അതൊക്കെ നടക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ക്യാമ്പസിനെ വിടുന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോകുന്നു, അത് ഇവരെല്ലാവരും നിർബാധം കാണുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ഇവിടെ പറ്റുന്നു. കണ്ണൂർ ടൗൺ പോലത്തെ ഒരു ടൗണിൽ അത് സാധ്യമല്ല. യഥാർത്ഥത്തിലെ വിഷയം അവരുടെ UEC-മാരെന്ന് അവർ കരുതുന്നതൊന്നും അവരുടേതായ UEC-മാരല്ല. അവരെല്ലാം ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷവാദികളുമായിരുന്നു. അതിൻ്റെ ഭാഗം അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച എടുത്തു നിന്ന് അവർ കുറേ കള്ളവോട്ടുകൾ ചെയ്താലും ജയിക്കുമെന്നുള്ള എടുത്തു നിന്ന് തോൽവി മണത്തു. ആ തോൽവി മണത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഓട്ടപ്പാച്ചിലുകളാണ്. ഇപ്പൊ എത്രയാണ് ഈ UEC-മാരുടെ എണ്ണം ഒക്കെ എത്രയാണ്? ടോട്ടൽ എണ്ണം എത്രയാണ്? സിംഗിൾ മെജോറിറ്റിയിൽ ജയിച്ചു വരാൻ സർവകലാശാലയിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. സിംഗിൾ മെജോറിറ്റിയിൽ ഞങ്ങൾ ജയിച്ചു. നിലവിൽ എത്രയാണ് ഇതിന്റെ ഒരു? ആകെ 133 UEC-യിൽ 80 അതിൽ കൂടുതലുമായിട്ടുള്ള UEC-മാർ നമുക്കുണ്ട്. ഒരു സംശയമില്ല. 103 നിങ്ങൾ കൂട്ടി നോക്കും, 80 കൂടുതലുമായിട്ടുള്ള UEC-മാരുണ്ട്. പിന്നെ എന്താണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്? കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് 55 UEC ഉണ്ട്. കാസർഗോഡ് സമാനമായി 20ഓളം UEC ഉണ്ട്. വയനാട് നമുക്ക് 3 UEC ഉണ്ട്. ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഞങ്ങൾ എന്തിനു ഇത് ചെയ്യണം? മനഃപൂർവ്വം ഒരു സംഘർഷത്തിലേക്ക് പോകണം. തീർച്ചയായും അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ജനാധിപത്യത്തിൽ ഇതൊരു പ്രശ്നമാണ്. ഇങ്ങനൊരു പ്രശ്നമാണ്. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള വലിയ ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട്. കള്ളവോട്ടുകൾ അതിപ്പോൾ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? നിങ്ങളിപ്പോൾ കണ്ടോ, ഉള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇവർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോകും. അത് പോവാതെ ഇവർക്ക് രക്ഷയില്ല. നടപടികൾ ആരംഭിച്ചു അല്ലേ?